സുഹൃത്തെ, ഒരു നിമിഷം. താങ്കൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? താങ്കളൊരു ഇൻട്രാഡേ ട്രേഡറാണെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഒരു ഓപ്ഷൻ ബയ്യർ ആണെങ്കിൽ. മാർക്കറ്റിനെ കുറിച്ച് മതിയായ അറിവില്ലാത്തതും ഒരു കാരണമാണ്. പോയത് തിരിച്ചു പിടിക്കുകയും ലാഭം നേടുകയും വേണ്ടേ? പക്ഷേ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. അങ്ങനെയെങ്കിൽ താഴെ ലിങ്കുണ്ട്, കയറി വരിക. എന്നാൽ പിന്നെ അവിടെ വെച്ച് കാണാം. ഹായ്, ഇന്നൊരു സ്മൂത്ത് മാർക്കറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു അല്ലലില്ലാതെ തന്നെ ഇന്ന് ട്രേഡുകൾ എടുക്കാൻ പറ്റി എന്നുള്ളതാണ് വാസ്തവം. അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ തന്നെയാണ് ഇന്ന് ഞങ്ങൾക്ക് ഇറങ്ങാൻ കഴിഞ്ഞത്. ഇനി ജനറൽ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ അതിലും ഇന്ന് വളരെയധികം മൂഡായി കൊടുത്തിരുന്നു. നോക്കൂ, 4 ലെവലുകളാണ് ഇന്ന് അതിൽ കൊടുത്തത്. ഫസ്റ്റ് ഒരു 0 ഹീറോ, സെക്കൻഡ് മെട്രോപോളിസ്, തേർഡ് സിപ്ല, ഫോർത്ത് മാക്ഡ്വെൽ. 4ലും പ്രോഫിറ്റാണ്. അത് പ്രത്യേകിച്ച് 3 സ്റ്റോക്ക് ഓപ്ഷനിലും നല്ല പ്രോഫിറ്റാണ്. ഓക്കെ, ഞങ്ങൾ ഇന്നെടുത്ത ലെവലുകൾ മൊത്തം 9 എണ്ണമാണ്. അതിൽ സ്റ്റോക്ക് കൊടുത്തത് ഞാൻ എണ്ണം കൂട്ടിയിട്ടില്ല, ഇൻഡെക്സ് മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് 8 എണ്ണമുണ്ട്. സ്റ്റോപ്പ് ലോസ് ഒരെണ്ണം അവസാന നിമിഷത്തിൽ നമുക്ക് ദൃഷ്ടിപ്പെടാതിരിക്കാൻ വേണ്ടി അടിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. തുടർച്ചയായ 5-ാം ദിവസവും പോസിറ്റീവോടെ ഇന്ത്യൻ മാർക്കറ്റ്. എനർജി, ഫാർമ, ഫിനാൻസ്, ആട്ടോ എന്നീ ഷെയറുകളാണ് ഇന്ന് നേട്ടത്തിന് ചുക്കാൻ പിടിച്ചത്. ഓപ്പൺ ചെയ്ത് ഒരു സൈഡ് വേയിലൂടെ പോയിരുന്ന മാർക്കറ്റ് ആദ്യം പോസിറ്റീവിലേക്ക് വന്നെങ്കിലും പൊടുന്നിനെ താഴേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതിവേഗം തന്നെ തിരിച്ചു കയറുകയും ചെയ്തു. 72,627 സ്റ്റാർട്ട് ചെയ്ത സെൻസെക്സ് ആദ്യ മണിക്കൂറിൽ തന്നെ 72,308 കൂപ്പുകുത്തി. പിന്നീട് 72,881 വരെ പോയി. ശേഷം 281 പോയിന്റ് പോസിറ്റീവിൽ 72,708 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. നിഫ്റ്റി 22,021 വരെ താഴുകയും 22,186 വരെ ഉയരുകയും ചെയ്ത ശേഷം 81 പോയിന്റ് പോസിറ്റീവിൽ 22,122 ക്ലോസ് ചെയ്തിരിക്കുന്നത്. പോളീസ് ബസാർ അഥവാ PB ഫിൻടെക് ഷെയറാണ് ഇന്ന് കൂടുതൽ റാലിയും നടത്തിയത്. ഷെയർ 7.81% കുതിച്ചിരിക്കുന്നത്. PB ഫിൻടെക്കിൻ്റെ ഉപസ്ഥാപനമായ പോളിസി ബസാർ ഇൻഷുറൻസ് ബ്രോക്കേഴ്സിനെ ഡയറക്റ്റ് ഇൻഷുറൻസ് ബ്രോക്കറിൽ നിന്ന് കോമ്പോസിറ്റ് ഇൻഷുറൻസ് ബ്രോക്കർ എന്നതിലേക്ക് IRDAIയിൽ നിന്ന് ലൈസൻസ് ഉയർത്തി കിട്ടിയതാണ് ഇന്ന് ഈ ഷെയർ ഉയരാൻ കാരണമായത്. ഇനി നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ ലെവലൊന്ന് നോക്കാം. ഇന്ന് നിഫ്റ്റി വീണ്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 22,186 എന്ന ലെവലിലാണ് പോയത്. നമുക്ക് ആദ്യം ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി 46,556 സ്പോട്ട്. 46,450 ഫസ്റ്റ് ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. 46,290, 46,000 എന്നിങ്ങനെ സപ്പോർട്ടുകളുണ്ട്. ഇന്ന് ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ നാളെ താഴത്തേക്കാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ കിടക്കുന്നത്. അതേപോലെ റെസിസ്റ്റൻസ് 46,720 ആയിരിക്കും ഫസ്റ്റ്, 46,890 സെക്കൻഡും, 47,100 തേർഡ് റെസിസ്റ്റൻസുമായി ആക്ട് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയും ഒരു പാരലൽ ചാനലിലൂടെ പോയി ഈ ഒരു ലൈൻ നാളെ ബ്രേക്ക് ചെയ്താൽ താഴത്തേക്ക് തന്നെയാണ് സൂചന കാണിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായിരുന്നാലും നമുക്ക് അങ്ങനെയാണെങ്കിൽ 22,100 ഫസ്റ്റ് സപ്പോർട്ട് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ 22,116 ചാർട്ട് കാണിക്കുന്നത്. 22,020 സെക്കൻഡും 21,970 തേർഡ് സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. 22,190 ഫസ്റ്റ് റെസിസ്റ്റൻസും 22,200 സെക്കൻഡും. അവിടുന്ന് മേലെ പോവുകയാണെങ്കിൽ 22,250 തേർഡ് റെസിസ്റ്റൻസുമായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ ഇന്നലെ പറഞ്ഞ 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ഒന്ന് ഈദ് പാരിയാണ്. ഈദ് പാരി 600 ബൈ എൻട്രി പറഞ്ഞിരുന്നത്. ഇത് ഇന്ന് ഓപ്പൺ ചെയ്ത് തന്നെ 600 അവിടെ നിന്ന് അത് മേലേക്ക് പോവുകയാണ് ചെയ്ത് 608.90 വരെ പോയി. അതുകൊണ്ട് നമുക്കതൊരു സ്മൂത്ത് എൻട്രി ലഭിച്ചിട്ടുണ്ടാവും, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തേത് PNB ഹൗസിംഗ് ആണ്. PNB ഹൗസിംഗിന് സെൽ എൻട്രി ആയിരുന്നു പറഞ്ഞിരുന്നത്. 765 സെൽ എൻട്രി പറഞ്ഞത്. കറക്റ്റായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മേലെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 763.85. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 765 വരെ പോയി നമുക്കൊരു എൻട്രി തന്നു. അവിടുന്ന് താഴത്തേക്ക് വന്നു. നമ്മുടെ ടാർഗറ്റുകളായ 760, 755, 743.35 ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലും നമുക്ക് നല്ല ഒരു സ്മൂത്ത് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നാളത്തേക്കുള്ള 2 സ്റ്റോക്ക് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് ജിൻഡാൽസോ ആണ്. ജിൻഡാൽസോ കപ്പൻ ഹാൻഡിൽ തന്നെയാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. നാളെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈൻ
ബ്രേക്ക് ചെയ്താൽ മേലേക്ക് പോകും. 535 നമുക്കൊരു ബൈ എൻട്രി പോസിബിൾ ആണ്. 530 സ്റ്റോപ്പ് ലോസ് വെക്കണം. 540, 548 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാം. ഇനി അതിൽ മേലെ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് ആർത്തി ഡ്രഗ്സ് ആണ്. ആർത്തി ഡ്രഗ്സ് ഒരു അസെൻഡിങ് ട്രയാങ്കിളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്താൽ അത് നാളെ മേലേക്ക് പോകും. 549 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 544 സ്റ്റോപ്പ് ലോസ് വെക്കണം. 554, 559 എന്നിങ്ങനെ ഈ 2 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ട ട്രേഡേഴ്സ്, നിങ്ങൾ ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇനിയും ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.